നീനാക്കുറുപ്പേ, മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ, ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ ലക്ഷ്മിപ്രിയയുടെ വോയിസ് ആണ്. 3 മാസം മുമ്പ് ലീക്ക് ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. ഇപ്പൊ നീനാക്കുറുപ്പ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല, ഞാനൊരു വോയിസ് പുറത്തു വിടാം. ആ വോയിസ് ആണ് സത്യത്തില. നിങ്ങളിത് മൊത്തം കേൾക്കുക. ലക്ഷ്മിപ്രിയ പിന്നെ പണ്ടേ പ്രാക്കും ഒക്കെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ് ചെയ്യുക. ഇനി എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരികയൊക്കെ ചെയ്യും. ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്കിത് മൊത്തം കേൾക്കാം. എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാവല്ലോ. ആ കൊച്ചിന് കോസ്റ്റ്യൂം ഇട്ട് നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ, വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളടുത്ത് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്. നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ. മനസ്സിലായോ? വിഷമാണ് നിങ്ങൾ. നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്. മനസ്സിലായോ? ഈ കുഞ്ഞ് പാവ ആ കൊച്ച് പ്രോഗ്രാമിന് വേണ്ടിട്ട് അത് ഒരുങ്ങി നിന്നിട്ട് ഇത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ